ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സമാദരണീയരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്തായ മജ്ലിസ് ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാം പ്രവേശിക്കുന്ന വിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ റമളാനിൽ വളരെയധികം പ്രത്യേകമായ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം എന്നത്. അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും തറാവീഹ് നിസ്കാരം സുന്നത്താണ്. മുത്തഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് കൃത്യമായി യാതൊരു തെറ്റുമില്ലാതെ നിർവഹിച്ചു കഴിഞ്ഞാലുള്ള പ്രതിഫലം പറയുന്നുണ്ട്. ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മുടെ മുൻകഴിഞ്ഞു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്ന്. അതുകൊണ്ട് തന്നെ വലിയ മഹത്വമുള്ള പുണ്യമുള്ള ഈ തറാവീഹ് നിസ്കാരം തെറ്റില്ലാത്ത രൂപത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് നേരെ ലളിതമായി തറാവീഹ് നിസ്കാരത്തിൻ്റെ രൂപം പറയുകയാണ്. എത്ര റക്അത്താണ് തറാവീഹ് നിസ്കാരം? 20 റക്അത്തുകളാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. ആ 20 തന്നെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഈ രണ്ട് ആയിട്ടാണ് ആ 20 റക്അത്തുകൾ നിസ്കരിക്കേണ്ടത്. അങ്ങനെ 10 വട്ടം നാം ഈ 2 വീതം നിസ്കരിക്കുമ്പോൾ 20 റക്അത്തുകളാക്കി നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നതാണ്. അതേസമയത്ത് നിയ്യത്തിൽ ഒറ്റയടിക്ക് നാം തറാവീഹിൻ്റെ 20 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. ആ രൂപത്തിൽ ഒറ്റയടിക്ക് മൊത്തത്തിലായി 20 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നെന്ത് ചെയ്യേണ്ട, നിയ്യത്തിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഈ രണ്ടായിട്ടാണ് നാം നിർവഹിക്കേണ്ടത്. അതുപോലെ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് തറാവീഹ് എന്നത്. ജമാഅത്തായിട്ടാണ് തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത്. പുരുഷന്മാർ പള്ളിയിൽ പോയും സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്നും സൗകര്യപ്രകാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നതാണ്. എപ്പോഴാണ് തറാവീഹ് നിസ്കരിക്കുന്നതിൻ്റെ സമയം എന്ന് പറയുന്നത്? ഇശാ നിസ്കാര ശേഷമാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത്. ഏതുവരെ? സുബഹി വരെ, സുബഹിയുടെ സമയമാകുന്നത് വരെ ഉണ്ട് എന്ത്, തറാവീഹ് നിസ്കരിക്കാനുള്ള സമയം. അതേ സമയത്ത് സുബഹി വരെ ഉണ്ട് എന്നതുകൊണ്ട് അത്രയും നാം പിന്തിക്കേണ്ട ആവശ്യമില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇൻഷാ അല്ലാഹ് ഇനി തറാവീഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്താണ് പറയുന്നത്. ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. നാം ഇമാമായാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമൻ, അദാഅൻ ലില്ലാഹി തആല ഇമാമൻ എന്ന് നാം കൂട്ടിച്ചേർക്കുക നിയ്യത്തിനോടൊപ്പം. അതേസമയത്ത് മഅ്മൂമായിട്ടാണ് നാം നിർവഹിക്കുന്നതെങ്കിൽ മഅൽ ഇമാമി, ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു, ഈ ഒരു നിയ്യത്ത് നാം കരുതുക. തറാവീഹിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് അദാ ആയി ഇമാമിനോടൊപ്പം ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് മലയാളത്തിൽ നാം നിയ്യത്ത് ചെയ്യുന്നതിൻ്റെ രൂപമെന്ന് പറയുന്നത്. ഈ രൂപത്തിൽ 10 തവണ നാം നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20 റക്അത്ത് തറാവീഹ് പൂർത്തിയാക്കാൻ പറ്റും എന്നതാണ്. നിയ്യത്തൊക്കെ വച്ചതിന് ശേഷം അല്ലാഹു അക്ബർ പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നാം വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതൽ സുന്നത്തുള്ള കാര്യമാണ്. നാം ആ വജ്ജഹത്തു യാതൊരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. ഇനി ആ വജ്ജഹത്തു ഒഴിവാക്കേണ്ട സാഹചര്യം വന്നാൽ, നമുക്കറിയാം വജ്ജഹത്തു ചൊല്ലൽ സുന്നത്താണ്, ഒഴിവാക്കിയാൽ കറാഹത്താണ്. ആ കറാഹത്ത് വരാതിരിക്കാൻ ഒരു ദിക്ർ പഠിപ്പിക്കുന്നത് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. ഏതാണ്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അത് വജ്ജഹത്തുവിൻ്റെ സ്ഥാനത്ത് നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആ സുന്നത്ത് ലഭിക്കുകയും ചെയ്യും, വജ്ജഹത്ത് ഓതാത്തതിൻ്റെ കറാഹത്ത് ലഭിക്കുകയും ചെയ്യില്ല.
ആ വിഷയം നാം മനസ്സിലാക്കുക. അതിനുശേഷം നാം ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്, ഫർളാണ്. അതിനുശേഷം നമുക്കറിയാവുന്ന സൂറത്ത് ഓതുക. 20 സൂറത്തുകൾ, ചെറിയ സൂറത്തുകൾ അറിയാമെങ്കിൽ അത് ഓതുക. അതല്ല എനിക്ക് 3 or 4 സൂറത്തുകളെ അറിയുള്ളൂ എന്നിരുന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന സൂറത്തുകൾ ആവർത്തിച്ച് ഓതിയാൽ ഇൻഷാ അല്ലാഹ് സൂറത്ത് ഓതി എന്നതിൻ്റെ ആ പുണ്യം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇത് പ്രകാരം നാം സാധാരണ നിസ്കാരം പോലെ നാം അടുത്ത റുക്കുനുകളൊക്കെ നാം നിർവഹിക്കുക. ഇനി അത്തഹിയാത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, അത്തഹിയാത്ത് നാം സാധാരണ എവിടം വരെ ഓതും? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പല ആളുകളും ഇവിടം വരെ ഓതുള്ളൂ, ഇവിടം വരെ പലരും ഓതുള്ളൂ. ഇതിന് ശേഷമുള്ള സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, ഈ സ്വലാത്തും നിർബന്ധമായിട്ടുള്ള ഘടകമാണ്. ഇതും നാം ചൊല്ലണം. അതിനുശേഷം ബാക്കിയുള്ള ദുആയും അവസാനത്തെ അല്ലാഹുമ്മ ഗഫിർലി എന്നുള്ള ദുആയും ഇബ്രാഹിമിയ സ്വലാത്തടക്കം അതും നാം ചെല്ലണം. നാം ഇൻഷാ അല്ലാഹ് ഈ ഒരു അത്തഹിയാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അഥവാ സമയമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നുള്ള ഈ ഒരു ഭാഗം കൂടി ചൊല്ലൽ പ്രത്യേകം സുന്നത്ത് ഉണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാനത്തെ അത്തഹിയാത്തായതുകൊണ്ട് തന്നെ, തറാവീഹിൻ്റെ അവസാനത്തെ അത്തഹിയാത്ത് ഏതാ? 18ാമത്തെ റക്കാത്ത് കഴിഞ്ഞ് 19 കഴിഞ്ഞ് 20ാമത്തെ റക്കാത്തിലെ അത്തഹിയാത്തല്ല അവസാനത്തെ റക്കാത്ത്. പിന്നെ ഓരോ അതായത് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടുടനെ നാം സലാം വീട്ടുന്നുണ്ടോ എന്നാൽ അത് അവസാനത്തെ അത്തഹിയാത്തായി. അതുകൊണ്ട് തന്നെ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത് തവർറുക്കിൻ്റെ ഇരുത്താണ് നാം അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത്. ളുഹറിന് 4ാമത്തെ റക്കാത്തിൽ ഇരിക്കില്ലേ, അസറിന് 4ാമത്തെ റക്കാത്തിൽ ഇരിക്കൂലേ, ആ ഒരു ഇരുത്തം ഓരോ ഈ രണ്ട് റക്കാത്തിലും അത്തഹിയാത്തിൽ നാം ഇരിക്കുക. അതും നാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നൊരു വിഷയമാണ്, ഉസ്താദെ ഈ നിസ്കാരം, തറാവീഹ് നിസ്കാരം ആരംഭത്തിൽ ഇഖാമത്ത് വിളിക്കേണ്ടതുണ്ടോ? ഇഖാമത്തും ഇല്ല, തറാവീഹിന് ബാങ്കും ഇല്ല. പകരം മറ്റുള്ളവരെ നിസ്കാരം തുടങ്ങി എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നറിയിക്കാൻ വേണ്ടി നാം എന്താണ് ചൊല്ലേണ്ടത്? അസ്സലാത്ത ജാമിയ റഹിമക്കുമുല്ലാഹ്, അസ്സലാത്ത ജാമിയ, ആ ഒരു ദിക്റാണ് നാം അവിടെ ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് പല ആളുകളും അറിയാത്തൊരു വിഷയമാണ്, അല്ലെങ്കിൽ റമദാന് മുന്നേ നാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നൊരു വിഷയമാണ് നാം തറാവീഹിൻ്റെ ഇടയിൽ ചൊല്ലേണ്ട ദിക്റുകൾ. അപ്പോൾ തറാവീഹ് തുടങ്ങാൻ നേരത്തെ അസ്സലാത്ത ജാമിയ റഹിമക്കുമുല്ലാഹ് എന്നൊരാൾ വിളിച്ചു പറയണം. അയാൾ തന്നെ പറയണം സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലി. അപ്പോൾ ഇത് കേട്ട ഉടനെ ബാക്കി എല്ലാവരും സലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. വസ്സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിനുശേഷം റമദാനിൽ മുഴുവനായും ചൊല്ലൽ പുണ്യമുള്ള ദിക്ർ നാം ചൊല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ റഹംനി. അതിനുശേഷം ഓരോ 10ലും പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലുക. ആദ്യത്തെ 10ലാണെങ്കിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ,
അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ പത്തിലാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ പത്തിലാണെങ്കിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم. اللهم إنك عفو تحب العفو فاعف عني يا كريم يا رحيم يا الله. ഇൻഷാ അല്ലാഹ് ഈ ദിക്റുകൾ നാം ഓരോ തുടക്കത്തിൽ ചെല്ലണം, 4 റക്അത്ത് കഴിയുമ്പോൾ ചെല്ലണം, പിന്നെ 8, 12, 16 ഈ ഘട്ടത്തിലെല്ലാം ഈ രൂപത്തിലാണ് നാം ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ 2 റക്അത്ത് കഴിഞ്ഞിട്ട്, അതുപോലെ 6 റക്അത്ത് കഴിഞ്ഞ്, 10 റക്അത്ത് കഴിഞ്ഞ്, 14 റക്അത്ത് കഴിഞ്ഞ്, 18 റക്അത്തൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലേണ്ടത് എന്താണ്? അലൻ നബിയിൽ മുസ്തഫ സയ്യിദി സ്വലവാത്ത് എന്നൊരാൾ വിളിച്ചു പറയും. സ്വലാത്ത് എല്ലാം പറഞ്ഞ് വിളിച്ചു പറയും, അലൻ നബിയിൽ മുസ്തഫ സയ്യിദി സ്വലവാത്ത്. അപ്പോൾ അത് കേട്ട് എല്ലാവരും സല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. സല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സല്ലി വസല്ലി വബാരിക് അലൈഹി. ഈ ഒരു ദിക്ർ ആണ് നാം ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ ലാസ്റ്റ് തറാവീഹിൻ്റെ ലാസ്റ്റുള്ള ദുആ കൂടി നമുക്കൊന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉത്തഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനന്നാർ. ഇജഅൽനാ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജഅൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദാ അശ്ശഹ്റ ശരീഫ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ വഉമ്മഹാത്തിനാ وأساتذتنا من الديون والمظالم والنار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അപ്പോൾ ഈ ഒരു ദുആയാണ് പ്രധാനമായും അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉത്തഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനന്നാർ. ആ ഒരു ഭാഗമാണ് മെയിനായിട്ട് നാം പഠിച്ചിരിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമാലുകൾ പഠിക്കാനും അത് മുറ പോലെ തെറ്റില്ലാതെ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് തറാവീഹിനെ പറ്റിയുള്ള മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.